എൻ്റെ ചിന്തയിലേക്ക് വരുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ചാണ്. അത് നിക്കോദീമോസാണ്. നിക്കോദീമോസും നിത്യജീവനും തമ്മിൽ എന്താണ് ബന്ധം? നിക്കോദീമോസിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ഒരു അണ്ടർ കവറിൽ അല്ലെങ്കിൽ രാത്രിയിൽ യേശുവിനെ സന്ദർശിക്കുവാൻ വന്ന യഹൂദന്മാരുടെ വലിയ കൗൺസിലിൻ്റെ ഒരു മെമ്പർ, പ്രമാണിയായ മനുഷ്യൻ, യേശു ആ വന്ന വ്യക്തിയെ വെറുതെ പറഞ്ഞയച്ചില്ല. അവർ തമ്മിലുള്ള സംവാദം, അതിൻ്റെ ഒരു പരിണിത ഫലമാണ് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. നിക്കോദീമോസ് ഒന്ന് മനസ്സിലാക്കി, കർത്താവ് മറ്റൊരു കാര്യം പറഞ്ഞു. നിക്കോദീമോസ് ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇനിയും ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കും, വളരെ ഇൻക്വിസിറ്റീവായിട്ട്, വളരെ പരമാർത്ഥമായൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നാൽ കർത്താവ് ആത്മീക ജനനത്തെക്കുറിച്ചാണ് സംവാദിച്ചത്. പലപ്പോഴും ഇന്നും ലോകത്തിന് പറ്റുന്ന വലിയ തകരാറ്, ആത്മീകമായി കാണേണ്ടതിനെ ആത്മീയമായി കാണാതെ ഭൗമികമായി കാണുമ്പോൾ അവർക്ക് എങ്ങും ചെന്നെത്തുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മനുഷ്യനെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ് നടക്കുന്നത്? എന്നാൽ യോഹന്നാൻ 3:16 വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ അല്ല ഏറ്റവും ശ്രദ്ധേയമായ വാക്യമായി നിലകൊള്ളുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ബുദ്ധിയും വൈഭവവും ഉള്ളവർ, ഈ നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുന്നവർ പലരും ഈ വചനത്തിലൂടെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിപ്പാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അനേക സ്ഥലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യം കൂടെയാണെന്ന് വ്യക്തമാക്കട്ടെ. മനുഷ്യന് മരണാനന്തരം 2 ഡെസ്റ്റിനിയേ ഉള്ളൂ. ഒന്ന് നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യനരകം. ഇത് പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ആത്മീകമായ ഈ കാഴ്ചപ്പാടോടുകൂടി യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. അവൻ്റെ മരണം എന്നെ ജീവനുള്ളവനാക്കുവാൻ, അഥവാ നിത്യജീവനിലേക്ക് എന്നെ നടത്തുവാനാണെന്ന് ഏത് പാപിയും ഏത് വ്യക്തിയും, അത് സ്ത്രീയോ പുരുഷനോ കറുത്തവനോ വെളുത്തവനോ പഠിപ്പുള്ളവനോ പഠിപ്പില്ലാത്തവനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാവർക്കുമുള്ള ഒരു ദൈവിക സന്ദേശമാണ്. അത് സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയമായി പുതുതായി ജനിക്കും. നിങ്ങൾക്ക് നിത്യനരകത്തിൽ നിന്ന് എന്നേക്കുമുള്ള മോചനം ലഭിക്കുമെന്ന കാര്യം വ്യക്തമാക്കുന്ന ഈ വചനം നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുവാനും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു.